കിളിമാനൂർ ഭാഗത്ത് ഏറ്റവും നല്ല പഴങ്കഞ്ഞി കിട്ടുന്നൊരു കടയുണ്ട്. അതാണ് കുഞ്ഞൂട്ടൻ്റെ കട. അപ്പോൾ ആ കടയും ആ പഴങ്കഞ്ഞിയുടെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ. ചേട്ടാ, ഈ കടയിൽ പഴങ്കഞ്ഞി തന്നെ തുടങ്ങാനുള്ളൊരു കാരണം എന്താണ്? പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഓട്ടോ ഒക്കെ കുറവായി. വൈഫിൻ്റെ അമ്മയാണ് ഇതായിരുന്നു. ഒരു വേറൊരു കടയിൽ നിൽക്കുകയായിരുന്നു. അവിടെ കടയിൽ നിന്ന് ഇറങ്ങി 7-8 കൊല്ലം കൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവർക്കൊരു ആഗ്രഹം കട തുടങ്ങണം, സ്വന്തമായിട്ട് തുടങ്ങണം. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ്. അവിടെ പഴങ്കഞ്ഞിയായിരുന്നു. ആ കടയിൽ പഴങ്കഞ്ഞിയായിരുന്നു കൂടുതൽ മെയിൻ. പഴങ്കഞ്ഞി ഊണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തുടങ്ങി. അങ്ങനെ നമ്മൾ 2 കൊല്ലം തുടങ്ങിയിട്ട് 2 കൊല്ലം. പക്ഷേ അനേകം പേര് വണ്ടി ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴും നിർത്തിയിട്ട് ഇറങ്ങി കഴിക്കുന്നുണ്ട്. ദൂരത്തൊക്കെ ഓട്ടം പോകുന്നവരെല്ലാം ഇറങ്ങുന്നുണ്ട്. വണ്ടിക്കാരാണ് കൂടുതൽ പ്രത്യേകിച്ച്. പിന്നെ ഈ ഭക്ഷണ സാധനങ്ങൾ വിറകടുപ്പിൽ തയ്യാറാക്കുന്നതിന്റെ കാരണം വിറകടുപ്പിലാണ് ലാഭവും പിന്നെ ഭക്ഷണത്തിന്റെ രുചി വ്യത്യാസം വരും. രണ്ട് കാരണങ്ങളുണ്ട്. ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 7:30-8 മണി അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് ഫുൾ ഓപ്പൺ ആവും. 7:30 മണിയാകുമ്പോഴത്തേക്ക് പഴങ്കഞ്ഞി കൊടുത്തു തുടങ്ങും. രാവിലെ 7:30 വന്നാൽ നമുക്ക് പഴങ്കഞ്ഞി കൊടുത്ത് കഴിക്കാൻ പറ്റും. ഇമർത്തൊക്കെ പിന്നെ ഒരു ചിലപ്പോൾ അപ്പോഴാവും. രാവിലെ എഴുന്നേക്കണമെങ്കിൽ ഇരിക്കും. രാവിലെ നമ്മൾ 2 പേരേ ഉള്ളു, ഞാനും വൈഫിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അത്രയും താമസം വരും. ചിലപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ചിലപ്പോൾ താമസം വരും. ചിലപ്പോൾ 7 മണിക്ക് തുടങ്ങും. 7 മണിക്ക് മിക്കവാറും തുടങ്ങാൻ സാധ്യതയുണ്ട്. മിക്കുള്ള ദിവസം 7 മണിക്കാണ് തുടങ്ങുക. പിന്നെ സാധനങ്ങളായി വരെ ചെറിയൊരു സമയം വ്യത്യാസം. ഈ പഴങ്കഞ്ഞിയുടെ ഒപ്പം എന്തൊക്കെയാ കൊടുക്കുക? പഴങ്കഞ്ഞിയുടെ ഒപ്പം എന്ന് വെച്ചാൽ കണ്ടില്ലേ, വീഡിയോയിൽ കണ്ടില്ലേ, ഞങ്ങൾ കണ്ടതല്ലേ. അതിനകത്ത് കപ്പ വരും, തൈര് വരും, മുളക് വരും, ഉണ്ടമുളക് വരും, അച്ചാറ്, ചമ്മന്തി, ഉണക്കമീൻ വറുത്തത്, പിന്നെ പുളിശ്ശേരി, സാമ്പാർ, രസം. അത് നമുക്ക് ഇതിൽ പഴങ്കഞ്ഞി ഉൾപ്പെടുത്തി കഴിക്കാൻ പറ്റും. പിന്നെ മീൻചാറും അത്രയാണ് 70 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അഡീഷണൽ ആയി മീൻ വറുത്തതൊക്കെ അഡീഷണൽ വാങ്ങിക്കണം. ഇവരുടെ രാവിലെ തുടങ്ങും. രാവിലെ മീൻ കറി, തലക്കറി എന്ന് വെച്ചാൽ നമ്മൾ ബൾക്കായിട്ട് എടുത്ത് ചെയ്യുന്നില്ല. ചേച്ചി മറ്റേ ഡാൻസിമാൻ്റെ ചേച്ചി വന്ന് ചെയ്തപ്പോഴത്തേക്ക് തലക്കറിയാണ് മെയിനായിട്ട് കാണിച്ചത്. അപ്പൊ ആൾക്കാരെല്ലാം വന്നിട്ട് തലക്കറിക്കാണ് ചോദിക്കുന്നത്. തലക്കറിക്കാണ് വരുന്നത്. തലക്കറി എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് എടുത്ത് ചെയ്യുന്നില്ല. നമ്മള് കറി വയ്ക്കാൻ വാങ്ങിക്കുന്ന നമ്മുടെ ചൂരക്കറിയാണ്, ചൂരത്തലയാണ് കൂടുതൽ വെക്കുന്നത്. മിക്കപ്പോഴും ചൂരത്തലയും ചൂരക്കറിയാണ് വെക്കുന്നത്. കറി എന്ന് വെച്ചാൽ ചൂരക്കറിയാണ്, വേറെ കറിയൊന്നും വെക്കത്തില്ല. ചൂര നമ്മൾ വാങ്ങിക്കുന്ന ഫ്രൈക്കും കറിക്കുമായിട്ട് വാങ്ങിക്കണതിൻ്റെ തല ചിലപ്പോൾ 3-4 എണ്ണം ചിലപ്പോൾ കാണുള്ളൂ, 10 എണ്ണം ചിലപ്പോൾ കാണും, കുറച്ചേ കാണത്തുള്ളൂ. അത് രാവിലെ ചില ദിവസം കാണത്തുമില്ല. നമ്മള് മീൻ ചൂര ചിലപ്പോൾ കിട്ടണുണ്ടെന്നേ കാണത്തുള്ളൂ. മിക്കപ്പോഴും ഉണ്ട്. ചില ദിവസം ചിലത് അറിയാലോ, മീനിന്റെ ഇതൊക്കെ അറിയാം, കിട്ടാനുള്ള സാധ്യത കുറവാണ്. ആ സമയത്ത് ചിലപ്പോൾ കാണത്തില്ല. അത് മിക്കപ്പോഴും ഉണ്ട്. തലക്കറി ഉണ്ട്. പിന്നെ ബീഫ് കറി ഉണ്ട്. അതിന്റെ കൂടെ ബീഫ് കറി ഉണ്ട്. രാവിലെ ബീഫ് കറി ഉണ്ടാവും. രാവിലെ ബീഫ് കറി ഉണ്ട്. പിന്നെ പെറോട്ട, രാവിലെ കാപ്പി ഐറ്റം എല്ലാം ഉണ്ട്. പെറോട്ട, ദോശ, അപ്പം ഇതെല്ലാം നമ്മൾ ഇവിടത്തെ തന്നെ. പിന്നെ വെച്ചാൽ പൊടികളെല്ലാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല ഇതെല്ലാം നമ്മളിവിടെ പൊടിച്ചാണ് എടുക്കുന്നത്. സ്വന്തമായിട്ട് തയ്യാറാക്കിയാണ് എടുക്കുന്നത്. മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കാന്ന് വെച്ചാൽ വരവ് പൊടികളൊന്നുമല്ല, എല്ലാം ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വെളിച്ചെണ്ണ എല്ലാം ഉപയോഗിക്കുന്ന അറിയാലോ. വെളിച്ചെണ്ണ വില അനുസരിച്ച് അറിയാലോ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ മീൻ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നു. പിന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എല്ലാവരും പഴങ്കഞ്ഞിയാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരുപാട് പേര് വരുന്ന കണ്ടത്. വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, വന്നപ്പോൾ തന്നെ കുറച്ച് പേര് അതും നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. 2 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഒരാൾ കഴിച്ചു തീർക്കാനൊന്നും പറ്റത്തില്ല. സാധാരണക്കാർ കഴിക്കും. നമുക്ക് ഇവിടെ കൂടുതൽ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ വരുമ്പോഴും മാത്രമേ ശകലം കുറച്ച് മതി എന്ന് പറയും. ഒരിക്കൽ വന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം നമ്മള് ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കുന്നത്. രണ്ടാമത് വന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഇവർ പറയും കുറച്ചെടുത്താൽ മതി എന്ന് പറയും. നാളത്തെ പഴങ്കഞ്ഞിക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്നേ തുടങ്ങണ്ടേ? ഏറെക്കുറെ എല്ലാം നാളത്തേക്ക് ഇവിടെയുള്ള കരുതിയാണ് ചെയ്യുന്നത്. ഊണിനുള്ള അരിക്ക് പഴങ്കഞ്ഞി ഒരുമിച്ചാണ് ഇടുന്നത്. പിന്നെ പുളിശ്ശേരി ഇന്ന് വയ്ക്കുന്നത് പുളിശ്ശേരിയാണ് നാളെ കൊടുക്കുന്നത്. ഊണിന്റെ കൂടെ ബാക്കി വരുന്ന സാധനങ്ങളാണ്. മീൻ ചാറും അതൊക്കെയാണ്. അങ്ങനെ അതുകൂടെ കണക്കാക്കി ഊണിന്റെ എല്ലാ സാധനങ്ങളുണ്ട്. ഊണിന്റെ ഊണ് 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഊണിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു സലാഡ് കാണും, ഒരു അച്ചാറ് കാണും, ഒരു
തോരൻ കാണും, ഒരു ഉപ്പേരിയാണ്, പിന്നെ കിഴങ്ങ്, കപ്പ, പിന്നെ പപ്പടം. അത്ര ഐറ്റം വരും. പുളിശ്ശേരി, സാമ്പാർ, പരിപ്പ്, മീൻചാറ്, മീൻകറി. ഇത്രയും സാധനങ്ങൾ. ഫ്രൈ മീനിന്റെ വറുത്തത് വേറെ വാങ്ങിക്കും. 30 രൂപയ്ക്കുള്ള ഫ്രൈ ഉണ്ട്. 3 മീനുണ്ട്. ഈ സമയത്ത് ഫ്രൈ കൊടുക്കാൻ പറ്റും. കൊടുക്കും. 30 രൂപയ്ക്കുള്ളുണ്ട്, 50 രൂപയ്ക്കുള്ളുണ്ട്, 70 രൂപയ്ക്കുള്ള. ഇപ്പം 100-200 രൂപ കൊടുക്കാതെ മീൻ കിട്ടത്തില്ല, ഏറ്റവും കുറഞ്ഞത്. അതും ചന്തയിൽ പോയാൽ 200 രൂപ നമ്മളിവിടെ ഊണും മീനും കൂടെ 140 രൂപ ലാസ്റ്റ്. പരമാവധി നമ്മൾ കഴിച്ചാൽ പോലും 140 രൂപയ്ക്കകത്തേക്ക്. 70 രൂപ ഫ്രൈ ആണ് ഏറ്റവും കൂടിയ ഫ്രൈ. ഏറ്റവും വലിപ്പമുള്ള 70 രൂപയ്ക്കുള്ള ഫ്രൈ ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ 50 രൂപയ്ക്ക് 40 രൂപയ്ക്കുള്ള ചില ദിവസം 40 രൂപയ്ക്കായിരിക്കും. വില അറിയാമല്ലോ, മീനിന്റെ ചില എല്ലാം ഒന്നും പോരാണെങ്കിൽ ഇരിക്കത്തില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ട്. റേറ്റ് ഊണുള്ള. ഉച്ചയ്ക്ക് എത്ര മണി തൊട്ടാ ഊണ് തുടങ്ങുക? 12:30-1 മണിയാവും. 1 മണി സമയം തൊട്ട് ഊണായിരിക്കും. അതിനുശേഷം പിന്നെ പഴങ്കഞ്ഞി അങ്ങനെ പോകില്ലല്ലോ. രാവിലെ പഴങ്കഞ്ഞി കഴിക്കാൻ ആഗ്രഹിച്ചു വരുന്നവരുണ്ട്. ഉച്ചയ്ക്ക് ആയാലും 3 മണിക്കും ചിലപ്പോൾ പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ കൊടുക്കും. മിക്കപ്പോഴും ഊണ് സമയത്തും പഴങ്കഞ്ഞിയാണ് പോകുന്നത്. അങ്ങനെയുണ്ടല്ലേ. ഇത് 2 വർഷ കാലയളവിൽ തുടങ്ങിയിട്ടല്ലേ ഈ ഒരു 2 വർഷമായി. പിന്നെ കുക്ക് ചെയ്യുന്നത് മൊത്തം അവര് തന്നെ. കുക്ക് ചെയ്യുന്നതും തയ്യാറാക്കുന്ന എല്ലാം അമ്മയും. പിന്നെ ഞാനൊരു ചെറിയ സഹായം ഒപ്പം നിൽക്കുന്നുണ്ട്. ഈ കുഞ്ഞൂട്ടന്റെ കട എന്ന് പേരിടാൻ കാര്യം? കുഞ്ഞൂട്ടന്റെ മോനാണ്. മോന്റെ പേരാണ് കുഞ്ഞൂട്ടൻ. മോന് ഇതാണ് കുഞ്ഞൂട്ടൻ. ആളുടെ പേരിലാണ് ഈ കട. അങ്ങനെ അവന്റെ പേര് ഒരു കട തുടങ്ങി. അങ്ങനെ എന്നാലും കുഞ്ഞൂട്ടന്റെ കട എന്നത് ശ്രദ്ധിക്കുന്ന പേരാണ്, ഒരു വെറൈറ്റി. അതെവിടെയും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അതൊരു പഴങ്കഞ്ഞി കട ആയതുകൊണ്ട് എല്ലാവരും മനസ്സിൽ തങ്ങിയിരിക്കും. അങ്ങനെ പഴങ്കഞ്ഞി കഴിക്കാൻ ആഗ്രഹിച്ചു വരുന്നവരും. ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് ഷിനു എന്നാണ് എന്റെ പേര്. ഞാൻ ഓട്ടോ ഓടിക്കുകയായിരുന്നു. ഒരു 10-17 കൊല്ലം കിളിമാനൂർ ജംഗ്ഷനിൽ കിടന്ന് വണ്ടി ഓടിച്ചോണ്ടിരുന്നു. കിളിമാനൂർ ജംഗ്ഷനിൽ ജോലി, ഓട്ടോ ഡ്രൈവറായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഈ മേഖലയിൽ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു. കൂടിയതാണ്. അല്ല, ഇത് നല്ലൊരു വിജയമായിട്ടുണ്ട്. കാരണം ഇത്രയും പേര് തിരക്കി വരണമെങ്കിൽ അത് അത്രത്തോളം നല്ല രീതിയിൽ കൊടുത്തിട്ട് തന്നെയാണ് തിരക്കി വരുന്നത്. ഇനി ഭാവിയിൽ എന്തെങ്കിലും പുതിയ ഐറ്റം എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നു. ഒരു പരുവത്തിന് നമ്മളെ വലിയ ഓവർ കച്ചവടം ഇല്ലെന്നെങ്കിലും ഒരു പരുവത്തിന് പോകാം. നമ്മളെ ശമ്പളം എടുക്കുക, നമ്മുടെ നിത്യ ചെലവ് കഴിഞ്ഞ് മാന്യമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ മാന്യമായിട്ട് ആഹാരം കൊടുക്കുക. ശമ്പളക്കാരില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. അതെ. ഒരു ശമ്പളക്കാരോട് നിർത്തുമ്പോഴത്തേക്ക് അതും കൂടെ കണ്ടെത്തില്ല. അവർക്ക് കൂടെ ശമ്പളം കൊടുക്കാനുള്ള തുകയും കൂടെ നമുക്ക് ആ പൈസയും കൂടെ എടുത്ത് നമുക്ക് എന്തെങ്കിലും ഒത്തിരി കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആളുകൾക്ക് കഴിക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. നല്ല രീതിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. ഭക്ഷണം തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വരുന്നവരുടെ മനസ്സ് നിറയുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പഴങ്കഞ്ഞി കൊടുക്കുന്നത്. അത് ഞാൻ കണ്ടു. കഴിക്കുന്നവർ രണ്ടാമതും വാങ്ങിച്ച് കഴിക്കും. രണ്ടാമത് കഴിക്കുന്നവരുണ്ട്. രണ്ടാമതും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ചോറ് നമ്മൾ ആ ക്വാണ്ടിറ്റി കണ്ടില്ലേ, ആ ക്വാണ്ടിറ്റി കൊടുക്കണ അത് ക്വാണ്ടിറ്റി കൊടുത്ത് അത് കഴിച്ചു തീർന്ന് രണ്ടാമത് ചോദിക്കുന്നുണ്ട്. രണ്ടാമത് കൊടുക്കും. അത്രത്തോളം ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ കടയിലോട്ട് വരണമെങ്കിൽ എങ്ങനെയാ വഴി പറഞ്ഞു കൊടുക്കുക? വഴി പറഞ്ഞു വെച്ചാൽ ട്രിവാൻഡ്രം കൊട്ടാരക്കര റൂട്ടിലാണ് കട. ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ കിളിമാനൂർ കഴിഞ്ഞ് ഒരു 2-2.5 കിലോമീറ്റർ വഴി വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിനായിട്ട് വരും കുഞ്ഞൂട്ടന്റെ കട. തട്ടത്ത് വില എത്തണ്ട, നിലമേൽ എത്തണ്ട, അതിന് മുമ്പായിട്ടാണ് ഈ കട. അപ്പൊ നാളത്തേക്കുള്ള പഴഞ്ഞിയുടെ ജോലികൾ ഇന്നേ തുടങ്ങും. ഇന്ന് ഉച്ചയ്ക്കുള്ള ഊണിന്റെ ചോറ് തയ്യാറാക്കുമ്പോഴേ ഏകദേശം നമ്മള് അരി ചോറ് ഇടുന്നത് അരി ഇടുന്ന നാളത്തേക്കുള്ള അരിയാണ് കൂടുതൽ അത് കൂടെ കരുതിയാണ് ഇടുന്നത്. നമ്മള് ഊണ് കൊടുക്കും. ബാക്കി അടുത്ത ദിവസം പഴങ്കഞ്ഞിക്കായിട്ട് മാറ്റുവാണ്. നാളെ രാവിലെ പിന്നെ മീൻ വറുത്തതും മറ്റൊക്കെ തയ്യാറാക്കിയാൽ മതി. രാവിലെ തയ്യാറാക്കണമെങ്കിൽ രാവിലെ അപ്പോൾ തന്നെ കിട്ടിയിട്ടല്ല ചെയ്യുന്നത്. രാവിലെ 7 മണിക്ക് കൊടുക്കണമെങ്കിൽ 7 മണിക്ക് സാധനം കിട്ടുന്നില്ല. ശരിയാ. തലേദിവസം റെഡിയാക്കി വെച്ചാലേ ഇത് രാവിലെ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. വൈകിട്ട് എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ഭക്ഷണ ഐറ്റം വൈകിട്ടില്ല. വൈകിട്ട് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നു, മതിയാക്കി. ഇപ്പൊ രാവിലെയും ഉച്ചയ്ക്കും പ്രധാനമായിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അടയ്ക്കും. ഒരു 4 മണി ഊണിന്റെ സമയം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ചായ ഉണ്ട്. ചായയുടെ പരിപാടി കഴിയുമ്പോൾ ചായയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെയും ചായയൊക്കെ ഉണ്ട്. രാവിലെ തൊട്ട് ചായയും കാര്യം. പൊറോട്ട ഉണ്ടാവും. പൊറോട്ട, ദോശ, അപ്പം എല്ലാം ഇവിടത്തെ. അതിന് കറികളൊക്കെ എന്തായിരിക്കും? അതിനകത്ത് രാവിലെ മീൻകറിയാവും. രാവിലെ തലക്കറി ഉണ്ടെങ്കിൽ തലക്കറി രാവിലെ ആവും. പിന്നെ ഗ്രീൻ പീസ് കാണും, മുട്ടക്കറിയാണ്, കടലക്കറിയാണ്. തല പ്രധാനമായിട്ട് ഏത് മീനിന്റെ ആയിരിക്കും? ചൂരയാണ് പ്രധാനമായിട്ട് ഇവിടെ. ചൂരയുടെ തലയാണ് നമ്മൾ വേറെ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ബൾക്കായിട്ടാണ് എടുക്കേണ്ടി വരും. ബൾക്കായിട്ട് എടുക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അത്
ഒരുപാട് വരവ് തലയായിരിക്കും. ആ നമ്മൾ ഇവിടെ നിന്ന് കണ്ട് വാങ്ങിക്കുന്നതായിരിക്കില്ല. അതെ. ഒരുപാട് ദിവസം ഫ്രീസറിലൊക്കെ ഇരുന്ന് വരുന്ന സാധനമായിരിക്കും. ഓ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും അല്ലേ? കെമിക്കലൊക്കെ ചേർത്ത് വെച്ചേക്കുന്ന സാധനമായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഫ്രീസറിന്റെ പിടുത്തം വിടുമ്പോഴത്തേക്ക് അതിന്റെ സ്വഭാവം മാറും. ആ അത് ചീത്തയായി പോകാനുള്ള സാധ്യത ഉണ്ട്. ചീത്തയായി പോയിട്ടുണ്ട്. അനുഭവത്തിയുണ്ട്. അതുകൊണ്ട് നമ്മളത് ചെയ്യാറില്ല. നമ്മള് ഇവിടെ മേടിക്കുന്ന മീൻ ഫ്രഷ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് തന്നെ നേരിട്ട് പോയി കളക്ട് ചെയ്യും. അതിന്റെ തല എടുത്ത് നമ്മൾ ചെറിയ ലാഭം കൊടുത്ത് ചെയ്യുന്നത്. എന്നാലും അത് തലക്കറിയും കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ കഴിഞ്ഞിലൂടെ തലക്കറി അതൊരു നല്ലൊരു കോമ്പിനേഷൻ. കൂടുതലും പോകുന്നത് രാവിലെ കാപ്പിയിലൂടെയും പോകുന്നു. കാപ്പിയിലൂടെയും പോകും. മീൻകറി പോകുന്നതും രാവിലെയാണ്. കാപ്പിയിലൂടെ അങ്ങനെ തലക്കറി പിന്നെ ചോദിച്ചു വരുന്നവരുണ്ട്. ഓവറായിട്ട് എടുക്കത്തില്ല. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. വരുമ്പോഴത്തേക്ക് വിളിച്ചു ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വെച്ചേക്കാം. ഇനി വരും സമയങ്ങളിൽ ഈ പഴങ്കഞ്ഞീരുടെ ഒപ്പം കൊടുക്കുന്ന കറികൾ കൂടാനുള്ള സാധ്യതയുള്ളൂ. കുറയ്ക്കത്തില്ലല്ലോ ഒന്നും. കുറയ്ക്കത്തില്ല. ഇതേ രീതിയിൽ ഇതേ ക്വാണ്ടിറ്റിയിൽ ഇതേ ടേസ്റ്റോട് കൂടി കൊടുക്കുമല്ലോ. കുറയ്ക്കത്തില്ല, ഒരിക്കലും കുറയ്ക്കത്തില്ല. എന്തെങ്കിലും കൂടി ഉൾപ്പെടുത്തി കുറച്ചുകൂടി നന്നാക്കാനല്ലേ നോക്കത്തുള്ളൂ. ഇപ്പോഴും തന്നെ റേറ്റിൽ അറിയാമല്ലോ. ഇപ്പോഴത്തെ സാധനത്തിന്റെ വില അനുസരിച്ച് ഈ 70 രൂപ കൊടുക്കുന്നത് വലിയ ലാഭമൊന്നും എടുക്കാനില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴത്തെ അരിയുടെ വില അനുസരിച്ചായിരുന്നാലും ബാക്കിയുള്ള ചമ്മന്തി അരയ്ക്കണമെങ്കിൽ തേങ്ങ വേണം. തേങ്ങയുടെ അതുകൊണ്ട് ഒരുപാട് അല്ലെങ്കിൽ പിന്നെ റേറ്റ് കൂട്ടിയ സാധാരണക്കാരെ കഴിക്കത്തില്ല. സാധാരണക്കാരാണല്ലോ ഇവിടെ വരുന്നത്. സാധാരണക്കാരാണ് കൂടുതൽ. തൊഴിലാളികളാണ് കൂടുതൽ. നമുക്കിപ്പോൾ ഒരു കുറച്ച് ഐറ്റോട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് 100-120 രൂപ വാങ്ങിക്കാം. അത് സാധാരണക്കാരൊക്കെ താങ്ങാൻ പറ്റത്തില്ല. ശരി. ഇവിടെ വരുന്ന സാധാരണക്കാരാണ് വരുന്നത്. ഞാൻ ഒരു 70 രൂപ മീൻ എന്ന് വെച്ചാൽ 70 രൂപയ്ക്കുള്ള മീൻ ഞാൻ ഇവിടെ കൊടുക്കുന്നു. ബാക്കിയുള്ള കടകളിലൊക്കെ അത് 100-120 രൂപ വിലയുണ്ട്. വില വാങ്ങിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന 70 രൂപ മീൻ കൊടുക്കുന്നത് സാധാരണക്കാർക്ക് വാങ്ങി കഴിക്കാൻ പറ്റും. അതെ അതെ. അതും ഏറ്റവും വലിയ മീനാണ്. അത് 70 രൂപ മാക്സിമം. 30 രൂപയ്ക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ 30 രൂപയ്ക്കും ചെറിയ മീനുള്ള 30 രൂപയുള്ള മീനുണ്ട്. 30 രൂപയ്ക്കുള്ള മീനുണ്ട്. 50 രൂപയ്ക്കുള്ള മീൻ. ചൂര പീസൊക്കെ 50 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് സന്തോഷമായിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ട് പോകാം ഇവിടെ വന്നാൽ.